പത്തനംതിട്ട നാറാണന്തോട് ഭാഗത്ത് മഞ്ഞപ്പിത്തം പടരുന്ന പശ്ചാത്തലത്തിൽ പമ്പയിലെ തുണികൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് പെരുന്നാട് പഞ്ചായത്തിന്റെ കത്ത്. അതേസമയം പമ്പ നദിയിലെ തുണികൾ നീക്കം ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡിന് പുറമെ പെരുന്നാട് പഞ്ചായത്തിനും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. പമ്പാ നദിയുടെ ചുമതല ദേവസ്വം ബോർഡിനായതിനാൽ നദിയിലെ തുണിമാലിന്യങ്ങൾ നീക്കാൻ ബോർഡിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്നായിരുന്നു പെരുന്നാട് പഞ്ചായത്തിന്റെ വാദം. എന്നാൽ തുണികൾ നീക്കം ചെയ്യാൻ ബോർഡിനൊപ്പം പഞ്ചായത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. പെരുന്നാട് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചിത്വ മിഷൻ, ദേവസ്വം ബോർഡ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘം രൂപീകരിക്കണം. ഈ സംഘം നിശ്ചിത ഇടവേളകളിൽ പമ്പാതീരം സന്ദർശിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട്. കോടതി നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് പാലിക്കുന്നുണ്ടോയെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ വിലയിരുത്തി റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ സീസണിൽ മാത്രം 25 ടൺ വസ്ത്രങ്ങളാണ് നദിയിൽ നിന്ന് വാരിയെടുത്തത്. 2.8 ലക്ഷം രൂപയ്ക്ക് തുണി നീക്കം ചെയ്യാനുള്ള കരാർ നൽകിയിരുന്നെങ്കിലും കരാർ ഏറ്റെടുത്തയാൾ മാലിന്യം കൃത്യമായി നീക്കം ചെയ്തില്ല. നാറാണന്തോട് ഭാഗത്ത് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ പമ്പയിലെ തുണികൾ നീക്കണമെന്നും മലിനീകരണ പ്ലാന്റിലെ വെള്ളം പമ്പയിൽ കലരുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് പെരുന്നാട് പഞ്ചായത്ത് ദേവസ്വം ബോർഡിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകി. ജനം, പത്തനംതിട്ട.